ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് കവർ ചെയ്യാൻ പോണത് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറഞ്ഞ പോർഷനാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള അൾട്രാസോണിക്സ്, അക്കോസ്റ്റിക്സ്, പിന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സിൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ നേരെ പ്ലേലിസ്റ്റിൽ പോയാൽ കാണാൻ പറ്റും. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. ഓക്കെ, നമുക്ക് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ ആദ്യം തന്നെ എന്താണെന്ന് നോക്കാം. അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസാണ്. എന്തിനു വേണ്ടിയുള്ളത്? ഈ അൾട്രാസോണിക് വേവ്സിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ. അൾട്രാസോണിക് ഡിഫ്രാക്ടോമീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് വേവ്സ് ഇൻ ലിക്വിഡ്സ് ബൈ യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിഫ്രാക്ഷൻ. ലിക്വിഡ്സിൽ കടന്നു പോണ അൾട്രാസോണിക് വേവ്സിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഡിവൈസാണ് ഡിഫ്രാക്ടോമീറ്റർ. ഇതെന്ത് പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യണത്? ഡിഫ്രാക്ഷൻ്റെ പ്രിൻസിപ്പിളിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വാർട്സ് ക്രിസ്റ്റൽ വെച്ചിട്ടുണ്ട്. ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ രണ്ടറ്റത്ത് മെറ്റൽ പ്ലേറ്റ്സ് കണക്റ്റഡ് ടു RF ഓസിലേറ്റർ. ഇതൊരു ലിക്വിഡ് കോളമാണ്. അതിൻ്റെ ഏറ്റവും ഇടയിൽ റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കോളിമീറ്റർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോഴ്സ് പ്രൊഡ്യൂസിങ് മോണോക്രോമാറ്റിക് ലൈറ്റ്. ഇത് നമ്മുടെ ടെലസ്കോപ്പ് ഇവിടെ നിന്നാണ് നമ്മൾ ഒബ്സർവ് ചെയ്യണത്. ഇത് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യണത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഴ്സിൽ നിന്ന് മോണോക്രോമാറ്റിക് ലൈറ്റ് ഇതിലോട്ട് പാസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ RF ഓസിലേറ്റർ ഓൺ ചെയ്തിട്ടില്ല, റെസ്റ്റിലാണ്. അപ്പോൾ ഇത് പാസ് ചെയ്യുമ്പോൾ ഇവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സിംഗിൾ സ്ലിറ്റുള്ള ഡിഫ്രാക്ഷൻ പാറ്റേണെ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ RF ഓസിലേറ്റർ ഓൺ ചെയ്യാൻ പോണേണ്. RF ഓസിലേറ്റർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി 2 MHz-ൻ്റെയും 5 MHz-ൻ്റെയും ഇടയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എപ്പോഴാണോ ഈ ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് ഈക്വൽ ആവണത്, അപ്പോൾ അവിടെ റെസൊണൻസ് ഉണ്ടാവും. ആ റെസൊണൻസ് കാരണം ഇവിടെ അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. ഈ അൾട്രാസോണിക് വേവ്സ് ഈ ലിക്വിഡിൽ കൂടി പാസ് ചെയ്തിട്ട് ഈ റിഫ്ലക്ടറിൽ തട്ടിയിട്ട് വീണ്ടും റിഫ്ലക്ഷൻ ചെയ്ത് തിരിച്ചു പോകും. അപ്പോൾ അവിടെ എന്താവും? ഇതിൻ്റെ ഈ സൂപ്പർപോസിഷൻ കാരണം അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റേഷനറി വേവ്സ് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റേഷനറി വേവ്സ് അക്കോസ്റ്റിക് ഗ്രേറ്റിങ്ങിൻ്റെ ബിഹേവിയറാണ് കാണിക്കുക. അപ്പോൾ ഈ സ്റ്റേഷനറി വേവ്സ് പ്രൊഡ്യൂസ് ആകുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫോം ആവും. എങ്ങനെ? മാക്സിമവും മിനിമം ഒക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ നോഡൽ പ്ലെയിൻസും ആൻറ്റി നോഡൽ പ്ലെയിൻസായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. നോഡൽ പ്ലെയിൻസിൽ ലെയർ ഇങ്ങനെ കൂടി ഇരിക്കും, ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡെൻസിറ്റിയൊക്കെ കൂടുതലായിരിക്കും. ആൻറ്റി നോഡൽ പ്ലെയിൻസ് എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡെൻസിറ്റിയൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മാക്സിമം മിനിമം ഫോം ആവും. അങ്ങനെ നമ്മൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഇതിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ ഈ RF ഓസിലേറ്റർ ഓൺ ചെയ്യും. RF ഓസിലേറ്റർ ഓൺ ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്രീക്വൻസി ക്വാർട്സ് ക്രിസ്റ്റലിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് ഈക്വൽ ആകുമ്പോൾ റെസൊണൻസ് കാരണം അൾട്രാസോണിക് വേവ്സ് പ്രൊഡ്യൂസ് ആവും. ആ അൾട്രാസോണിക് വേവ്സ് നേരെ ഈ ലിക്വിഡ് വഴി റിഫ്ലക്ടറിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അവിടെ ഈ രണ്ട് ഇൻസിഡൻറ്റ് റേസിൻ്റെയും റിഫ്ലക്റ്റഡ് റേസിൻ്റെയും സൂപ്പർപോസിഷൻ കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റേഷനറി വേവ്സ് പ്രൊഡ്യൂസ് ആവും. ആ വേവ്സ് പ്രൊഡ്യൂസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ മോണോക്രോമാറ്റിക് ലൈറ്റ് ഒന്നുകൂടി അതിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യിപ്പിക്കും. എന്നിട്ട് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യും. സെൻട്രൽ മാക്സിമം മിനിമം ഒക്കെ ഉള്ള ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒബ്സർവ് ചെയ്യും. അപ്പോൾ നമ്മളതിൻ്റെ വർക്കിങ്ങും പ്രിൻസിപ്പിളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ ഇത് എങ്ങനെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ അപ്ലൈ ചെയ്യുക എന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ ഡിറ്റർമിനേഷൻ ഓഫ് വെലോസിറ്റി, എങ്ങനെ നമുക്ക് വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യാം? വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ നമുക്കിപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ തീറ്റ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആക്കി നമുക്ക് എടുക്കാം. തീറ്റ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. തീറ്റ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് nth പ്രിൻസിപ്പൽ മാക്സിമയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? nth പ്രിൻസിപ്പൽ മാക്സിമ. nth പ്രിൻസിപ്പൽ മാക്സിമയുടെ ഇക്വേഷൻ നമുക്ക് d sin തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ എന്ന് എഴുതാലോ അല്ലേ? ഇതാണ് nth മാക്സിമയുടെ ഇക്വേഷൻ, വേർ തീറ്റ ഈസ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് d എങ്ങനെ ഉണ്ട്? d ഈസ് ഈക്വൽ ടു n ലാംഡ ബൈ സൈൻ തീറ്റ എന്നുള്ളൊരു വാല്യൂ കിട്ടും. ഇവിടെ d എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 nodal planes or antinodal planes.
നോഡൽ പ്ലെയിൻസ് എന്തായിരുന്നു? നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡെൻസിറ്റിയൊക്കെ കൂടുതലുള്ളതാണ് നോഡൽ പ്ലെയിൻസ്. ആൻറ്റി നോഡൽ പ്ലെയിൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡെൻസിറ്റിയും കുറവുള്ളത്. അപ്പോൾ ഡി ഇതാണ്. ഇതിൽ ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ആണ് കേട്ടോ. വേവ് ലെങ്ത് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ്. മാറിപ്പോരുത്, അൾട്രാസോണിക് വേവ്സിൻ്റെ വേവ് ലെങ്ത് അല്ല, മോണോക്രോമാറ്റിക് ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ. സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡി ഈസ് ഈക്വൽ ടു ലാംഡ യു ബൈ 2 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ ഈ ലാംഡ യു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാംഡ യു ഈസ് ദ വേവ് ലെങ്ത് ഓഫ് അൾട്രാസോണിക് വേവ്. ഇതാണ് അൾട്രാസോണിക് വേവ്സിൻ്റെ വേവ് ലെങ്ത്. ഡി ഈസ് ഈക്വൽ ടു ലാംഡ യു ബൈ 2 എന്ന് ഒരു ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ലാംഡ യുടെ വാല്യൂ എന്ത് കിട്ടും? ലാംഡ യു ഈസ് ഈക്വൽ ടു 2D എന്നുള്ള ഒരു വാല്യൂ കൂടി കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ എഫ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കണം. എഫ് ഈസ് ഫ്രീക്വൻസി. എഫ് ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് അല്ലേ? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അതാണ് വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ യു, വെയർ ലാംഡ യു ഇസ് ദ വേവ് ലെങ്ത് ഓഫ് അൾട്രാസോണിക് വേവ്സ്. വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ യു എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കിപ്പോൾ കിട്ടി. നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി? ഡി ഈസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ സൈൻ തീറ്റ എന്നുള്ളൊരു വാല്യൂ നമുക്കുണ്ട്. ഡി ഈസ് ഈക്വൽ ടു ലാംഡ യു ബൈ 2 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ യു എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. സോറി, ഇത് ഡി ഈസ് ഈക്വൽ ലാംഡ യു ആയിട്ട് നമ്മൾ ലാംഡ യു ഈസ് ഈക്വൽ ടു 2D എന്നുള്ളൊരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമുക്കിപ്പോൾ ആവശ്യമുള്ളത്. ഇനി നമ്മൾ ഈ വാല്യൂസ് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം? ലാംഡ യുക്ക് പകരം 2D എന്ന് എഴുതാം. വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 2D. ഇവിടെ ഈ ഡിക്ക് പകരം നമുക്ക് എൻ ലാംഡ ബൈ സൈൻ തീറ്റ എന്ന് എഴുതിക്കൂടെ? ഡി ഈസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ സൈൻ തീറ്റ അല്ലേ? അപ്പോൾ ഈ 2Dയിൽ ഡിക്ക് പകരം വി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു 2 ഇൻറ്റു എൻ ലാംഡ ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ വിയുടെ ഇക്വേഷൻ എന്താവും? വി ഈസ് ഈക്വൽ ടു 2f എൻ ലാംഡ ബൈ സൈൻ തീറ്റ. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വെലോസിറ്റി ഓഫ് അൾട്രാസോണിക് വേവ്സ് കണ്ടുപിടിക്കാൻ പറ്റും.